നമ്മളൊരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഗെയിമർ ബ്രോസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൽ ഗെയിമിംഗ് വീഡിയോസ് മാത്രമല്ല, വ്ളോഗ്സും ഇടും. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഗെയിമിംഗ് വീഡിയോ മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിമിംഗ് ആണ്. അതെനിക്ക് 55 വേൾഡ്സ് ഉണ്ട്. ഇന്ന് അതിൽ നിന്നൊരു വേൾഡ് എടുക്കാനാണ് എൻ്റെ പ്ലാൻ. ഒരു ഹൊറർ വേൾഡാണ് ഞാൻ ആചിക്കുന്നത്. കോഞ്ചറിങ് ആണ് നല്ല ഹൊററായിട്ടുള്ളത്, അപ്പോൾ ആ കോഞ്ചറിങ് തന്നെ എടുക്കാം. ഇതേപോലത്തെ വേൾഡ്സും മോഡ്സൊക്കെ കിട്ടാൻ വേണ്ടി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി മോഡ്സ് ഫോർ മൈൻക്രാഫ്റ്റ് PE എന്ന് അടിച്ചാൽ കിട്ടും. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന OBS ഷെയ്ഡറാണ്, നല്ലൊരു ഷെയ്ഡറാണ്. അപ്പോൾ നമ്മൾ വേൾഡിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഫെദർ ഫാളിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫെദർ ഫാളിങ് താഴോട്ട് പോകാൻ വേണ്ടിയാണ്. നമ്മൾ താഴോട്ട് എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ദ മാപ്പ് ഓഫ് ദ കോഞ്ചറിങ് ഡെവിൽ ഗെയിമിംഗ് എൻ്റെ പേരാണ്, അതാണ് അവിടെ എഴുതി കാണിച്ചത്. സ്ക്രീനിൽ ദ കോഞ്ചറിങ് ഹൊറർ മാപ്പ് എന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. നല്ല ഹൊററായിരിക്കും. ഇവിടെ നിന്നാണ് തോന്നുന്നു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ദ കോഞ്ചറിങ് ബൈ വിസ്കീസ് ലോ എന്നാണ് ഉള്ളത്. അവിടെ യൂട്യൂബിൻ്റെ അവിടെ വിസ്കീസ് ലോ ഒരു യൂട്യൂബറാണ്, ആളാണ് ക്രിയേറ്റ് ചെയ്തത്. നല്ല ഹൊററായിരിക്കും. ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല ഇത്. അവിടെ നല്ല ക്യാമ്പൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വേറെ അടുത്തൊരു പോസ്റ്റർ കാണുന്നുണ്ട്. ഇത് ചൈൽഡ്സ് പ്ലേയുടെ പോസ്റ്ററാണ്. ചിലപ്പോൾ ഇതിൽ ചൈൽഡ്സ് പ്ലേയിലുള്ള ആളും കാണും. ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയെന്ന് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. അവിടെ ഒരു കേജ് പോലെ എന്തോ കാണുന്നുണ്ട്. അതിൻ്റെ അടുത്ത് പോയി നോക്കാം. ഇതിൻ്റെ അകത്തൊന്നുമില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ സ്ഥലങ്ങളെല്ലാം നോക്കണം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നൊരു പിടിയില്ലല്ലോ. നമുക്ക് അവിടെയും കൂടി പോയി നോക്കാം. അങ്ങോട്ട് പോകണോ ഇനി? പ്രസ് ദ ബട്ടൺസ് ടു സ്റ്റാർട്ട്. ആ ബട്ടൺ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഒന്നും വന്നില്ലല്ലോ. ഈ ബാക്കിലെല്ലാം പ്രേതം വന്ന് നിൽക്കുമോ എന്നാണ് ഒരു പേടി. ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് നോക്കാം. ഒന്നും കൂടി ക്ലിക്ക് ചെയ്തു, ഒന്നും വന്നില്ലല്ലോ. ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് നോക്കാം. ഒന്നും വന്നില്ല. ഇതുവരെയായിട്ടൊന്നും വന്നില്ലല്ലോ. സ്റ്റോറി മോഡ് സ്റ്റാർട്ടിങ് ആവണതേ ഉള്ളൂ. നമ്മളൊരു ഡാർക്ക് പ്ലേസിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ പ്രേതമൊന്നും വരാതിരുന്നാൽ മതി പെട്ടെന്ന്. നമ്മളെ കയ്യിലാണെങ്കിൽ സാധനങ്ങളൊന്നുമില്ല. അത് അഡ്വഞ്ചർ മോഡാണ്, അതാണ് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല, പൊളിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. അല്ല, ചെസ്റ്റിൽ വെച്ചിരിക്കുന്ന മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ട്. കേസ് അന്നബെല്ല എന്നാണ് സ്ക്രീനിൽ എഴുതുന്നത്. സൈഡിൽ സ്റ്റോറി പറയുന്നുണ്ട്. ഇവിടെ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്ക് ഈ സ്ഥലം മുഴുവൻ നോക്കണം. ഇതാ അന്നബെല്ലയുടെ ആ ഡോളാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ബുക്ക് വായിച്ചു നോക്കാം. ബുക്കിൽ അന്നബെല്ലയെ കുറിച്ചുള്ളതാണ്. ഈ സ്റ്റോറി ഇതുവരെ നിന്നില്ല. സൈഡിൽ ട്രാപ്പ് ഡോറുണ്ട്. ഓപ്പൺ ചെയ്ത് ട്രാപ്പ് ഡോറിൻ്റെ അവിടെ പോയി നോക്കാം. അത് ഇരുട്ടാണല്ലോ, ഒന്നും കണ്ടും കൂടാ. ഗായ്സ്, ഇവിടെ മുഴുവൻ ഇരുട്ടായി. ചെറിയൊരു പേടിയുണ്ട്. ഈ ഗോസ്റ്റ് എങ്ങാനും ഫ്രണ്ടിൽ വന്ന് നിൽക്കുമോ എന്നുള്ളൊരു പേടിയാണ്. ആ ബൊമ്മ ഇവിടെ ഇല്ല. ബൊമ്മ ഇവിടെ പോയി എന്നൊരു പിടി കിട്ടുന്നില്ലല്ലോ. ഗോസ്റ്റിൻ്റെയാണ്, അതാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ പോലെ ഏതെങ്കിലും വേൾഡിൽ സ്പോൺ ആവാൻ വേണ്ടിയായിരിക്കും. ആ തന്നെ വേറൊരു ഇതിൽ സ്പോൺ ആയിട്ടുണ്ട്. വേറൊരു ഹൗസിലാണ് സ്പോൺ ആയ. ബേസ്ഡ് ഇൻ ദ മൂവി ഇതാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് പോയ 2 ഡോറുണ്ട്. അത് ഈ ഡോറിലോട്ട് പോയി നോക്കാം.
കോഞ്ചറിങ് വീണ്ടും എഴുതി കാണിക്കുന്നു. എന്താ വീടിൻ്റെ അകത്ത് മഴ? ഇത് ഈ ഷെയ്ഡറിൻ്റെ കുഴപ്പമാണോന്ന് അറിഞ്ഞിടാ, അതോ ഈ വേൾഡിൻ്റെ കുഴപ്പമാണോന്ന് അറിഞ്ഞിടാ. മുകളിലോട്ട് വഴിയില്ല. ഇവിടെ ട്രാപ്പ് ഡോറുണ്ട്. ഇവിടെ താഴോട്ട് പോകാൻ വഴിയുണ്ട്. നോക്കാം. അവിടെ TNT ഉണ്ടല്ലോ. TNT പൊട്ടിയില്ല. ഇതിൻ്റെ അകത്തൊരു ഗോൾഡൻ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി. ഇതിൻ്റെ അകത്ത് ഒരു കുക്ക്ഡ് ചിക്കനും. കുക്ക്ഡ് ചിക്കൻ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് അഡ്വഞ്ചർ ആയതുകൊണ്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റാത്തത്. ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല ഇത്. ഈ സ്ഥലമൊക്കെ ഒന്ന് നോക്കണം. ഇവിടെ ഇല്ല. ഇവിടെ റൂഫില്ല. ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് വീടിൻ്റെ അകത്തൊന്ന് കയറണം. ഹൗസ് 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട്. നല്ല ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ. ആ വീടിൻ്റെ ഫോട്ടോയാണത്. അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ആ പോസ്റ്റ് ബട്ടൺ അമർത്തി പോവും. കറക്റ്റ് അതേപോലെ തന്നെ വീട് പണി ചെയ്തിരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് വല്ലതും സാധനങ്ങൾ എടുത്ത് പോകാനുള്ളതായിരിക്കും. ഈ ഹൗസിൽ തന്നെ വെപ്പൺസ് ടൂൾസൊക്കെ കാണും. അതാദ്യം എടുത്ത്. ഇതൊക്കെ തുറക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അതത് എല്ലാം കൂടി ഒരുമിച്ചിരുന്നുകൊണ്ടാണ് തുറക്കാൻ പറ്റാത്തത്. നമ്മളിവിടെ സ്റ്റോർ റൂമിലെത്തിയിട്ട് ചെസ്റ്റിലൊന്നും ഇല്ലല്ലോ. ഇവിടെ എങ്ങും ഒരു സാധനമൊന്നും ഇല്ല. നമ്മളിത് എവിടെ പോയി കണ്ടുപിടിക്കേ? നമുക്ക് ആ മുകളിലത്തെ സ്റ്റെപ്പൊക്കെ ഒന്ന് കയറി നോക്കണം. അത് ഇവിടെ ഒന്ന് ചുറ്റും നോക്കണം. വെളിയിൽ ഒന്നുമില്ല. ഇവിടെ ലിവർ കാണുന്നുണ്ട്. യു നീഡ് എ കീ ടു ആക്സസ് ദ ബേസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ കയറി നോക്കണം. മുകളിൽ കീ വല്ലതും കാണും. മുകളിൽ ബാൽക്കണി ഉണ്ട്. ഇനി ഇവിടെ റൂം. ഈ സാധനമൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ അഡ്വഞ്ചറാണ്. ഈ ചെസ്റ്റിൻ്റെ അകത്തൊന്നും ഇല്ലേ? ഈ ചെസ്റ്റിലും ഇല്ല. ഇവിടെ ഫർണസിലായിട്ട് നോക്കണം സാധനങ്ങൾ. ഫർണസിൽ വരെ ഒളിപ്പിച്ച് വെച്ചിരിക്കും. അവിടെ ഇരുട്ടാണ് ഗെയിമിംഗ് റൂമിൽ. അവിടെ ആരും നിൽക്കുന്നുണ്ടല്ലോ. ഇങ്ങോട്ടും എല്ലാം ഗ്ലാസിനകത്ത് അടച്ചിട്ടിരിക്കുന്നു. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആൾ അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഗെയിമിംഗ് റൂമിലാണ് ഇപ്പോൾ നമ്മൾ. ഗെയിമിംഗ് റൂമിൽ ചെസ്റ്റിലാണ് ഈ കോബ്വെബ്സും ഒരു ആക്സും കിട്ടിയത്. ജോക്കറിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. നമുക്ക് താഴോട്ട് പോയി ഇതെല്ലാം എടുക്കാൻ പറ്റുമോ? എടുക്കാൻ ശ്രമിക്കാം. എടുക്കാൻ പറ്റില്ല. അഡ്വഞ്ചറാണ്. നമ്മൾ എടുക്കാൻ പറ്റില്ല. നമുക്കിവിടെ നോക്കണം. ഇവിടെ എങ്ങും ഒന്നും കാണുന്നില്ലല്ലോ. ഈ സ്ഥലം മുഴുവൻ ഞാൻ അരിച്ചു പറക്കി നോക്കി, എന്നിട്ടും ഒന്നും കിട്ടിയില്ല. ഗോസ്റ്റിന് ഇതുവരെ കാണില്ല. ഒരാളെ മാത്രമേ കണ്ടുള്ളൂ. ആളെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ പോകാൻ പറ്റില്ലേ? ഇവിടെ കൂടി വെളിയിലോട്ടെല്ലാം പോകാൻ പറ്റുമോ? ഇല്ല, വെളിയിൽ പോകാൻ പറ്റില്ല. ഇതുവരെ നമുക്ക് വേറെ ടൂൾസൊന്നും കിട്ടിയില്ല. നമുക്ക് കുറച്ച് ടൂൾസ് മാത്രമേ കിട്ടിയുള്ളൂ. വേറെ ബാക്കിയൊന്നും കിട്ടിയില്ല. നമുക്ക് ബാക്കി അന്വേഷിക്കാം. ഞാൻ ആ ഫർണസിൻ്റെ അകത്തൊക്കെ നോക്കി. ഫർണസിലും ഇല്ല. നമുക്ക് അവിടെ എങ്ങനെയെങ്കിലും പോകാൻ നോക്കാം. ട്രാപ്പ് ഡോസിലൊന്നുമില്ല. ഇതേതാ വഴി? ഗെയിമിംഗ് റൂമിൽ ഏതൊരു വഴിയാണിത്. നമുക്ക് ടോർച്ച് കിട്ടിയിട്ടുണ്ട്. ടോർച്ച് കിട്ടി ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാ നോക്കണം.
ഇതിലില്ല, 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 ഇതിലുമില്ല, ഇതിലുണ്ടാവണേ, ഇതിലും ഇല്ല, ഇതിലൊന്നുമില്ല ഗൈസ്. ഒക്കെ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് പോകണം. ഇവിടെ നമ്മൾ ഈ പിയാനോയുടെ ബാക്കിൽ നിന്നാണ് നമ്മൾ നിന്നത്. പിയാനോയുടെ ബാക്കിലാണ് നമ്മൾ നിന്നത്. ഇനി അവിടെ എങ്ങനെയെങ്കിലും പോകാൻ ശ്രമിക്കാം. അത് നല്ല അറ്റാക്ക് ചെയ്യുന്നു. നമ്മളെങ്ങനെയോ ആളെ കടന്ന് നമ്മൾ ഈ ബോട്ടിൽ ഓഫ് ഹോട്ട് വാട്ടർ എടുത്തു. ഇവിടെ കുറേ റൂമുകളുണ്ട്, കുറേ ചെസ്റ്റുണ്ട്. പക്ഷെ അതിലൊന്നുമില്ല. നമുക്ക് ഈ ബെഡിൽ കിടന്ന് നോക്കാം, രാവിലെ ആവുമോ നോക്കാം. രാവിലെ ആവില്ല. ബെല്ലുണ്ടല്ലോ. ബെല്ലമർത്തി കഴിഞ്ഞാൽ ഗോസ്റ്റ് വരുമെന്ന് സംശയം. ഗോസ്റ്റ് ഇവിടെ വരാതിരുന്നാൽ മതി ബെല്ലമർത്തുമ്പോൾ. ഇതിൽ കീ എന്താണെന്ന് അറിഞ്ഞൂടാ. കീ നോക്കാം. ഇതിലുള്ള ഒന്നുമല്ല കീ. കീ കിട്ടിയില്ല. കീ എവിടെയെങ്കിലും ഒളിപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഗൈസ് അവസാനം നമ്മൾ കീ കണ്ടെത്തി. കീ എന്ന് പറഞ്ഞാൽ ഒരു താക്കോല് പോലെ തന്നെ ഇരിക്കുന്നത്. നമുക്കിനി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇത് ബേസ്മെൻ്റാണ്. ഇങ്ങോട്ട് എന്തോ ഇതുണ്ട്, എന്തോ അടച്ചിട്ടിരുന്നു. ഇവിടെ ചെസ്റ്റ് പോലെ എന്തൊക്കെയോ കാണാം. ആദ്യം അവിടെ ചെറിയൊരു പേടിയുണ്ട് അങ്ങോട്ട് പോകും. ഗോസ്റ്റ് ഇപ്പോൾ ഒന്നും കണ്ടില്ല. ആ ഒരാളൊഴിച്ച് ബാക്കി വേറെ ഗോസ്റ്റിനൊന്നും കണ്ടില്ല. നമുക്ക് കുറച്ച് ടൂൾസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ സ്ട്രിങ്സാണ് കൂടുതലുള്ളത്. സ്ട്രിങ്സ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിരിക്കും. ഈ ഇങ്ങോട്ട് പോകുന്നുള്ള വഴി കാണും. ഇങ്ങോട്ടൊക്കെ പോയി നോക്കിയാൽ വഴി കാണുമായിരിക്കും. ഈ ചെസ്റ്റിലുണ്ട് കുറച്ച് സംഭവങ്ങൾ. ആ ചെസ്റ്റിലും കാണും. ഇവിടെ ഒന്ന് ഗായ്സ് ലൈറ്റ് ഇപ്പോഴും ഓഫാകുന്നു. മിന്നി കത്തുന്നു. എന്തെന്ന് അറിഞ്ഞൂടാ. ഗോസ്റ്റ് വെളിയിലാണോ എന്ന് സംശയം. ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. മുകളിലോട്ട് കയറി നോക്കാം. ചെറിയൊരു പേടിയുണ്ട് മുമ്പോട്ട് പോകാൻ. ഗൈസ് ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. നമുക്കാദ്യം ഈ ചെസ്റ്റിലുള്ള സംഭവങ്ങൾ എടുക്കാം. നമുക്ക് ആർമേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെസ്റ്റിലുള്ള സംഭവങ്ങളെല്ലാം എടുക്കണം. ഈ സ്ഥലത്തിപ്പോഴാണ് നമുക്ക് കുറേ ടൂൾസൊക്കെ കിട്ടിയത്. ഷീൽഡ് കിട്ടിയാൽ കുറച്ചും കൂടി നന്നായേനെ. നമുക്ക് ഗോസ്റ്റ് വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യായിരുന്നു. പെട്ടെന്നെല്ലാം എടുത്തിട്ട് നമുക്ക് പോവാം. ഇടയ്ക്ക് ഈ ടോർച്ച് ഇടയ്ക്ക് മിന്നും. ഈ ഗോസ്റ്റ് അടുത്ത് വന്നിട്ട് പോണത് കൊണ്ടാണ്. ഇവിടുത്തെ ഡോർ ഓപ്പണായി. നമുക്ക് മുകളിലോട്ട് പോകണം. അങ്ങോട്ടൊരു വഴിയുണ്ട്. ഇങ്ങോട്ട് വല്ലതും കാണോ? ഇത് ട്രാപ്പ് ഡോർ. താഴെ വല്ലതും ഉണ്ടോ എന്ന് സംശയം. നമുക്ക് എന്തായാലും ചാടാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആവശ്യമുള്ളതല്ല, ഇനി ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനിയും കാണും ടൂൾസൊക്കെ. ഡാർക്ക് സോണിലെത്തി. ഇവിടെ ആയിരിക്കും ഗോസ്റ്റിനെ മീറ്റ് ചെയ്യുന്നത്. ഈ ചെറിയൊരു അതാ ഇവിടെ ഒരു കണ്ണ്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്താ ഗൈസ്, എന്തോ സംഭവം വന്നിട്ടുണ്ട്. ആ ചുവന്ന കണ്ണുള്ള ആളാണെന്ന് സംശയം. ആൾ നമ്മളെ തള്ളിയിട്ടിട്ടുണ്ട്. ലൈഫ് കുറേ പോയി. നമ്മൾ വീണ്ടും ഒന്ന് ആ മോൺസ്റ്ററിനെ ഇവിടെ നിന്ന് തന്നെ അടിക്കാൻ നോക്കാം. നമ്മൾ കോഞ്ചറിങ് സിനിമയിൽ ഒരു കൈയൊക്കെ നീണ്ട ആ മനുഷ്യനാണെന്ന് സംശയമുണ്ട്. അടിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലും മോളിൽ കയറി ഒന്ന് അടിക്കാം. അതായത് നമ്മൾ വീണ്ടും റീസ്പോൺ ആയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അടിക്കണം. ഒരടി കൊണ്ടിട്ടുണ്ട്. നമുക്കിതിനെ കൊല്ലണം.
യെസ് ഗൈസ്, നമ്മളിതിനെ എങ്ങനെയോ തോൽപ്പിച്ചു. നമുക്ക് ഇനി മുമ്പോട്ട് കിടക്കാം. ആ കണ്ണുകൾ ആരെയൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. ഇരുട്ടായതുകൊണ്ട് ഇവിടെ ടോർച്ചും കത്തുന്നില്ല, അടിക്കാനും പറ്റുന്നില്ല. ഇവിടെ ടോർച്ച് കത്തുന്നുണ്ട്. മുമ്പോട്ട് പോയി നോക്കാം. ഒരു ഡോർ കാണുന്നുണ്ട്. നമുക്ക് ടോർച്ച് ഇല്ലെങ്കിൽ പറ്റില്ല. ഇവിടെ മോൺസ്റ്റേഴ്സ് വരാതിരുന്നാൽ മതി, മോൺസ്റ്റേഴ്സും ഗോസ്റ്റും ഒന്നും. ഇവിടെ ഏണിയെല്ലാം കാണും താഴോട്ടിറങ്ങാൻ. താഴോട്ട് പോവാൻ ഏണി. എനിക്ക് ഈ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ലൈഫ് എങ്ങനെ കൂട്ടാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. താഴോട്ട് പോയി ഏണിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും താഴോട്ട് കിടക്കണം. താഴോട്ടോ വഴി ഇവിടെ ഒരു ചെറിയൊരു ഏണി കാണുന്നുണ്ട്. പാർക്കോറാണോ ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നില്ല. നമ്മൾ കുറേ ലൈഫ് പോയി. ഇപ്പം നമ്മൾ ഒരു ഹാർട്ടേ ഉള്ളൂ. ഇത് സ്ലൈമാണ് ഗൈസ്. നമ്മൾ ആദ്യമേ സ്ലൈമിൽ ചാടാനുള്ളായിരുന്നു. നമുക്ക് ഒരു ഹാർട്ടേ ഉള്ളൂ, വെറുതെ ലൈഫ് വേസ്റ്റ് ചെയ്തു. ഇവിടെ ഒരു അയൺ ഡോർ കാണുന്നുണ്ട്. തൊട്ടടുത്ത് ലിവറും. നമുക്ക് ലിവർ പ്രസ് ചെയ്ത് നോക്കാം. ഗൈസ്, ഡാർക്ക് സീനാണ്, മൊത്തം ഡാർക്കാണ്. എനിക്ക് ടോർച്ച് എടുത്ത് നോക്കണം. ഗോസ്റ്റ് ഓരോന്ന് സംശയമാണ്. സ്വോർഡ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഗോസ്റ്റ് ഒന്ന് അപ്പം തന്നെ നമുക്ക് അടിക്കാം. ഗോസ്റ്റ് വന്നില്ല. ടോർച്ച് എടുത്ത് വെച്ചിട്ടൊന്നും കണ്ടുവിടല്ലോ. നമ്മൾ നേരത്തെ പോലെ വേറെ ഇതിൽ സ്പോൺ ആയതാണ്, വേറെ ഹൗസിൽ സ്പോൺ ആയതാണ്. നമുക്ക് ലൈറ്റ് ഇല്ലാതെ പറ്റില്ല. നമുക്ക് മുമ്പോട്ട് പോവാം. ഇങ്ങോട്ട് പോകാൻ വഴി ഇല്ല, ഇങ്ങോട്ടുമില്ല. മുമ്പോട്ട് തന്നെയുള്ള വഴിയുള്ളൂ. അതായത് ഇവിടെ ഡോറ് കാണുന്നുണ്ട്. ഗായ്സ്, അവിടെ നണ്ണിൻ്റെ ഫോട്ടോ ഉണ്ട്. മറ്റേ അതേ സീൻ പോലെ നണ്ണ് ആ ഫോട്ടോയിൽ നിന്ന് ഇറങ്ങി വരുമെന്നൊരു സംശയം. ഇതെന്താ ഗായ്സ്, ലൈറ്റൊക്കെ മിന്നുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കുക. ബൈ.